കേരളത്തിലെ ജനത ഒറ്റക്കെട്ടായി ആ അന്വേഷണ കമ്മീഷനെ എതിർത്തു. കാരണം ഹിന്ദുത്വവാദികളെ പ്രോത്സാഹിപ്പിക്കാനുള്ള റിപ്പോർട്ടാണ് എന്നത് വ്യക്തമായിരുന്നു. നാട്ടിൽ സമാധാനമുണ്ടാകാനുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചതിൽ പ്രധാനമായ ഒരു നിർദ്ദേശം മതപാഠശാലകളെ നിരീക്ഷിക്കണമെന്നാണ്. നാട്ടിൽ കുഴപ്പമുണ്ടാകുന്ന RSSന്റെ ശാഖകളെ നിരീക്ഷിക്കണമെന്ന് അദ്ദേഹം പറയുന്നില്ല. അതല്ലെങ്കിൽ പ്രകോപനപരമായ പ്രസംഗത്തിലൂടെ പരസ്പര വൈരാഗ്യം വളർത്തുന്ന നേതാക്കന്മാരെ നിരീക്ഷിക്കണമെന്ന് അദ്ദേഹം അനുമാനിക്കുന്നില്ല. മറിച്ച് വിശ്വാസകാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി രാവിലെയും വൈകുന്നേരവും കുട്ടികൾ പോകുന്ന മതപാഠശാലകളെ നിരീക്ഷിക്കണം. അതാണ് തീവ്രവാദത്തിന്റെ ഉൽപാദന കേന്ദ്രങ്ങൾ എന്ന രീതിയിൽ റിപ്പോർട്ട് എഴുതിയ ആ അന്വേഷണ കമ്മീഷനെ കേരളീയ ജനത പുച്ഛത്തോടുകൂടി തള്ളിക്കളഞ്ഞു. പക്ഷെ നമ്മുടെ സമുദായം ഒരു വിഭാഗത്തിനെ അടിക്കാൻ കിട്ടിയ വടി ഒരിക്കലും തന്നെ പാഴാകരുത് എന്ന ഉദ്ദേശത്തോടുകൂടി പരസ്പരം തല്ലിക്കളിക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. NDF ഓരോ സംഭവത്തിലും കൃത്യമായ നിലപാടെടുത്തു. കാരണം ഇവിടെ ശത്രുക്കൾ മുസ്ലിം ലീഗിനെ എതിർക്കുന്നത് മുസ്ലിം സമുദായത്തോടുള്ള താൽപര്യം കൊണ്ടല്ല, മറിച്ച് മുസ്ലിം സംഘടനാ ശക്തികളെ പരാജയപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ്. ജമാഅത്തെ ഇസ്ലാമിയെ തീവ്രവാദിയാണ് എന്ന് ചിത്രീകരിക്കുന്നത് മുസ്ലിം സമുദായത്തോടുള്ള പ്രേമം കൊണ്ടല്ല, മറിച്ച് മുസ്ലിം സമുദായത്തിലെ മത പ്രസ്ഥാനങ്ങളെ, മതബോധം വളർത്തുന്നവരെ തല്ലിത്തകർക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് NDF പ്രവർത്തിച്ചു. പക്ഷെ സമുദായത്തിന് ആ ബോധം വരാൻ ഒരുപാട് വൈകി എന്നതാണ് ഈ കേരളത്തിലുണ്ടായ സംഭവങ്ങൾ. അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, ഇവിടുത്തെ വ്യക്തികൾക്കെതിരെ മുസ്ലിം സമുദായത്തിൽ നിന്ന് സാമ്പത്തികമായി ഒരൽപ്പം ഉയർന്ന ആളുകളെ ഇവർ ലക്ഷ്യം വെക്കുന്നു. മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരൽപ്പം ഉയർന്ന ഉദ്യോഗം വഹിക്കുന്ന ആളുകളെ ഇവർ ലക്ഷ്യം വെക്കുന്നു. അവര് മുഴുവനും തന്നെ ഭീകരവാദികളാണ് എന്ന രീതിയിലാണ് ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മറന്നു കാണും, കേരളത്തിലെ തിരുവനന്തപുരത്തിനടുത്തൊരു കോവളം കൊട്ടാരമുണ്ട്. ആ കോവളം കൊട്ടാരം കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു വ്യവസായി വാങ്ങി. പക്ഷേ ആ വ്യവസായിയുടെ പേര് മുസ്ലിമായി എന്ന ഒറ്റ കാരണത്താൽ കോവളം കൊട്ടാരത്തിലേക്ക് മാർച്ച് നടത്തുകയായിരുന്നു ഇവിടുത്തെ BJPക്കാരും CPMകാരും. BJPക്കാരൻ സമരം നടത്തുന്നത് നമുക്ക് മനസ്സിലാവും. കാരണം കവടിയാർ കൊട്ടാരത്തിന്റെ പരിശുദ്ധി കാക്കണമെന്ന ഉദ്ദേശം BJPക്കാരൻ ഉണ്ടാവാം. മറ്റൊന്നൊരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തി കോവളം കൊട്ടാരം വാങ്ങിയതിലുള്ള അസൂയയും ഉണ്ടാകാം. CPM എന്തിനാണ് ഈ പ്രകടനം നടത്തിയത്? ഈ കൊട്ടാരം വാങ്ങിയ വ്യക്തിയാരാ? മാറാട് പ്രശ്നം കത്തി നിൽക്കുമ്പോ, മാറാട്ട മുസ്ലിങ്ങൾക്ക് വീടുകളിലേക്ക് കയറാൻ അവസരമില്ലാതെ അന്യരുടെ വീടുകളിൽ തമ്പടിച്ചു നിൽക്കുമ്പോ, പീഡിക വരാന്തയിലും മദ്രസകളിലും സ്കൂളുകളിലും മന്തിയുറങ്ങുമ്പോ അവരുടെ കാര്യം ശ്രദ്ധിക്കാതെ മാറാട്ടെ RSSകാർക്ക് തന്റെ ഗൾഫ് സാമ്രാജ്യത്തിൽ വിസ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് മതേതരത്വം തെളിയിച്ച വ്യവസായി. ആ വ്യവസായി കൊട്ടാരം വാങ്ങിയപ്പോ CPMകാര് പറയുന്നു, RSSകാര് പറയുന്നു, കടപ്പുറത്ത് ഇത്രയും വലിയ ഒരു സ്ഥാപനം മുസ്ലിമിന്റെ കയ്യിലുണ്ടായാൽ അത് ദേശീയ സുരക്ഷയ്ക്ക് അപകടമാണ് എന്നാ പറഞ്ഞത്. രണ്ടു കൂട്ടരുടെയും കാരണമെന്ന ദേശീയ സുരക്ഷയ്ക്ക് അത് അപകടമാണ് എന്ന്. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസിന്റെ MD ആയ അക്ബർ, അദ്ദേഹത്തിന്റെ പേരൊരു മുസ്ലിമാണ്, അക്ബർ. അദ്ദേഹത്തിന് അൽ-ഖ്വയ്ദയുമായി ബന്ധമുണ്ട് എന്നാണ് ഇവിടുത്തെ പത്രങ്ങൾ എഴുതി പിടിപ്പിച്ചത്. ആരാണ് അക്ബർ? അമേരിക്കൻ പാവയായ ഹമീദ് കർസായിയുടെ കാബൂൾ ബാങ്കിൽ ജോലി ചെയ്ത വ്യക്തി. ലോകത്തെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ താലിബാനാണ് എന്ന് പറയുന്ന വ്യക്തി ആ വെറുക്കപ്പെടുന്ന സംഘടനയുടെ വക്താവാണെന്ന് പറഞ്ഞ് ജോലിയിൽ നിന്ന് രാജിവെച്ച് കരഞ്ഞു പുറത്തു പോകുന്നത് നമ്മൾ TV ചാനലുകളിൽ കണ്ടു. കാരണം എന്താ? അക്ബർ എന്ന പേര് അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹത്തിന് അൽ-ഖ്വയ്ദയുമായിട്ടാണ് ബന്ധം എന്നാണ് ഇവിടുത്തെ പത്രങ്ങൾ എഴുതി വെച്ചത്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലാ കലക്ടറായിരുന്ന സൂരജിന്റെ അവസ്ഥ നമുക്കറിയാം.